ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 വെള്ളിയാഴ്ചയാണ്. ആദ്യം ഇന്നലത്തെ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു ഇടിവാണ് കണ്ടത്. 2 വർഷത്തെ ഏറ്റവും വലിയ ഒരു ഇടിവാണ് ഇന്നലെ വിപണിയിൽ കണ്ടത്. ഏകദേശം 3% നിഫ്റ്റി ഇടിഞ്ഞു. ഇന്നലെ വിപണി ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് ഓയിൽ പ്രൈസുകളിലുണ്ടായ ആ ഒരു സ്പൈക്ക് തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖത്തറിലെ റാസ് റഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇന്നലെ ക്രൂഡ് ഓയിൽ പ്രൈസുകൾ $119 എത്തിയത്. കൂടാതെ US നിന്നുള്ള FOMC മീറ്റ് കഴിഞ്ഞത് ബുധനാഴ്ചയായിരുന്നു. ഒരു ഹോക്കിഷ് ടോണിലുള്ള സ്പീച്ച് തന്നെയായിരുന്നു US ഫെഡ് ചെയർ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്നും വന്നത്. ഇതും ഇന്ത്യൻ വിപണിക്ക് സമ്മർദ്ദമുണ്ടാക്കി. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായത് HDFC ബാങ്ക് ചെയർമാന്റെ റെസിഗ്നേഷൻ ആയിരുന്നു. സ്റ്റോക്ക് ഇന്നലെ തുടക്കത്തിൽ ഏകദേശം 10% ഒരു ഇടിവൊക്കെ ഉണ്ടാക്കിയിരുന്നു. HDFC ബാങ്കിന് നിഫ്റ്റിയിൽ 11% വെയിറ്റേജ് ഉണ്ട്. ഇതും കൂടി ആയപ്പോൾ നിഫ്റ്റിയിലുള്ള ആ ഒരു ഇടിവിന്റെ ആക്കം വളരെയധികം കൂടുകയായിരുന്നു. കൂടാതെ കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല ഒരു റാലി നമുക്ക് ഇന്ത്യൻ വിപണിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയായിട്ട് ഇന്നലത്തെ ആ ഒരു ഇടിവിനെ നമുക്ക് കാണാം. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. US ഉടൻ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യം വ്യക്തമായി തന്നെ ഫെഡറൽ റിസർവ് പറഞ്ഞതുകൊണ്ട് ഇന്നലെ വീണ്ടും US മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 0.44% ഇടിഞ്ഞു. S&P 500 0.28% ഇടിഞ്ഞത്. S&P 500 0.27% ഇടിഞ്ഞു. ഫെഡ് ചെയർ ജെറോം പവൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു: US ഇസ്രായേൽ ഇറാൻ വാർ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഓയിൽ പ്രൈസുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ അത് കൂട്ടും എന്നുള്ള ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും യൂറോപ്പ് സെൻട്രൽ ബാങ്കിന്റെയും ഇൻട്രസ്റ്റ് നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഇന്നലെ S&P 500 11-ൽ 8 സെക്ടറുകളും നെഗറ്റീവിൽ തന്നെയായിരുന്നു. മെറ്റീരിയൽസ് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 1.5%. കൺസ്യൂമർ ഡിസ്ക്രിഷണറിയും ഇന്നലെ ഇടിയുകയുണ്ടായി. S&P 500-ഉം നാസ്ഡാക്കും ഡൗ ജോൺസും ഇപ്പോൾ 200-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ വിപണികൾ താഴ്ന്ന നിലയിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണുള്ളത്. അതിൽ കോസ്പി മാർക്കറ്റ് 0.69% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 0.35% നേട്ടത്തിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.48% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് 1.8% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 1% നേട്ടത്തിലും, ടെക് സൈഡിൽ ഇൻഫോസിസ് 1% നേട്ടത്തിലും, വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തപ്പോൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 2% ഉയർന്നു. ഇനി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,10,000 എന്ന നിലയിലായിട്ടാണുള്ളത്. ഓയിൽ പ്രൈസുകളിൽ ഇന്ന് നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 3% ഇടിവിലാണുള്ളത്. ഇനി ഇന്ന് നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ വാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എക്സ്ക്ലൂസീവായിട്ട് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വാർത്തയായിട്ട് പറയാനുള്ളത്, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇത് ഇന്ത്യയെ എത്തരത്തിലാണ് ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ആശങ്കകൾ ഉയരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായ സൗത്ത് പാരാസ് നോർത്ത് ഡോംസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഗ്യാസ് ഫീൽഡിൽ ഏകദേശം 48 ട്രില്യൺ ക്യൂബിക് മീറ്റർ വാതക ശേഖരം നിലനിൽക്കുന്നു. ലോകത്തിലെ മൊത്തം ഗ്യാസ് ശേഖരത്തിന്റെ ഏകദേശം 25% വരെ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ ഇവിടെ ചെറിയൊരു തടസ്സം പോലും ഉണ്ടായാൽ അത് ആഗോള വിതരണ ശൃംഖലയെ തന്നെ കൂടുതലായി ബാധിക്കും എന്നുറപ്പാണ്. ഇനി ഇന്നലെ ആശങ്ക ഇരട്ടിയാക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത കൂടി വന്നത്, ഖത്തറിലെ പ്രധാനപ്പെട്ട LNG കേന്ദ്രമായ റാസ് ലഫാൻ ഇൻഡസ്ട്രി സിറ്റി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകത്തിലെ ഏറ്റവും വലിയ LNG ഹബ്ബുകളിലൊന്നായ ഈ കേന്ദ്രം വർഷം തോറും ഏകദേശം 77 മുതൽ 80 മില്യൺ ടൺ LNG കൈകാര്യം ചെയ്യുന്നു. ഇതിലൂടെ ആഗോള LNG വ്യാപാരത്തിന്റെ ഏകദേശം 20% നടക്കുന്നത്. ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഏഷ്യയും യൂറോപ്പും പോലുള്ള LNG ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന മേഖലകൾക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. LNG വിലകൾ കുത്തനെ ഉയരുകയും ഊർജ്ജ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൽ തന്നെ LNG ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ LNG ഇറക്കുമതിയിലെ ഏകദേശം 40 മുതൽ 50% ഖത്തറിൽ നിന്നാണ്. സംഘർഷം ശക്തിപ്പെടുമ്പോൾ LNGയുടെ വില ഉയരുകയും
ഇറക്കുമതി ചെലവ് കൂടുകയും രൂപയുടെ സമ്മർദ്ദം കൂടുകയും വൈദ്യുതി വള മേഖലകളിലുള്ള ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നേരിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നത്. കുറച്ച് ദിവസം മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് GDPയുടെ 0.5% വരെ ഈ $10 ഒരു ഓയിലിലുള്ള ഇൻക്രീസ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷാവസ്ഥ ആഗോള ഊർജ്ജ വ്യവസ്ഥകളെ തന്നെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വീണ്ടും തുറന്നാലും വെസ്റ്റ് ഏഷ്യയിലെ നിന്നുള്ള LNG വിതരണത്തിൽ അടുത്ത ചില മാസങ്ങളിലേക്കും തടസ്സങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ചില രാജ്യങ്ങൾ ഗ്യാസ് ലഭ്യത കുറയ്ക്കാനും വിലകൾ കൂടാനും ഉള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകമായിട്ട് ബാധിക്കാൻ കൂടുതലായിട്ടും സാധ്യതയുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇമ്പോർട്ടിംഗ് രാജ്യങ്ങളെ തന്നെയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ABBയുമായി ഒരു MOU കമ്പനി ഒപ്പുവെച്ചു. IT, AI, ഡാറ്റ സെൻറ്റർ തുടങ്ങിയ മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് TCS ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യ ക്യൂബ് സ്പേസസ് എന്ന കമ്പനിയാണ്. പൂനെയിൽ വലിയ ഓഫീസ് ലീസിംഗ് ഡീൽ കമ്പനി നേടി. 54 കോടി രൂപയാണ്. 5 വർഷത്തേക്കാണ് കരാർ. അടുത്ത് NTPC എന്ന കമ്പനിയാണ്. ഒക്ടോപസ് എനർജി ഗ്രൂപ്പിനൊപ്പം MOU ക്ലീൻ എനർജി മേഖലയിൽ സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി സംവർധന മദർസൺ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. ഹാൽമൺ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സിനൊപ്പം ജോയിന്റ് വെഞ്ചർ കമ്പനി പ്രഖ്യാപിച്ചു. ഓട്ടോ മേഖലയിൽ ലോജിസ്റ്റിക്സ് സേവനം നൽകും. അടുത്തത് ശാന്തി ഗിയേഴ്സ് എന്ന കമ്പനിയാണ്. CFO കമ്പനിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് കമ്പനിയിൽ നിന്നും വരുന്നത്. അടുത്തതായി JSW സിമെൻ്റ് ആണ്. രാജസ്ഥാനിൽ പുതിയ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. കമ്പനിയുടെ ശേഷി കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. ആർച്ചിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് സബ്സിഡറികൾ തമ്മിൽ മെർജർ അംഗീകരിച്ചു. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വാർത്തയാവാനാണ് സാധ്യതയുള്ളത്. അടുത്തത് ടാറ്റ LXC എന്ന കമ്പനി. ടെറുമ കോർപ്പറേഷനുമായി പുതിയ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കമ്പനി തുടങ്ങി. അടുത്തത് നെസ്ലെ എന്ന കമ്പനിയാണ്. സെനാൻറ്റ് ഫാക്ടറിയിൽ 225 കോടി രൂപ നിക്ഷേപിച്ച് പുതിയ പ്രൊഡക്ഷൻ ലൈൻ കമ്പനി ആരംഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 7,558 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 3,864 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 23,000-ന് തൊട്ട് മുകളിലായിട്ട് 23,002-ൽ 777 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 3 ദിവസമായിട്ട് നിഫ്റ്റിയിൽ ഒരു നേട്ടം കണ്ടിരുന്നെങ്കിൽ ഇന്നലെ ആ നേട്ടമെല്ലാം ഇല്ലാതാക്കി വലിയ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഓയിൽ പ്രൈസുകൾ ഉയരുന്നത് തന്നെയാണ്. ഇന്നലെ ബ്രന്റ് $119 ഒക്കെ ടച്ച് ചെയ്തിരുന്നു. അത് വലിയൊരു ബിയറിഷ്നെസ്സിൻ്റെ സൈൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്സൈഡിലെ ഈ ഒരു സോൺ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു റിവേഴ്സൽ വരികയുണ്ടായി. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫോൾ തന്നെ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നല്ലൊരു ഫോൾ വരികയാണെങ്കിൽ അത് ഈ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയായിരിക്കും ക്രൂഷ്യലായിട്ട് വരുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,100-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800-ഉമാണ്. പുറത്ത് സൗണ്ടിൻ്റെയൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.